ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഒരു പുതിയ ചിത്രത്തിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് അതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചിത്തു അഷ്റഫാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. മാർട്ടിൻ പ്രക്കാട്ട് ആൻഡ് ടീംസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ സിനിമ രാവിലെ കാണണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാവിലെ കാണാൻ പറ്റില്ല. പക്ഷെ ഈവനിങ്ങിലെങ്കിലും ആ സിനിമ കാണണം എന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫീലിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ എന്ത് അത്ഭുതം, ഈ പടം ഇത്രയും. അപ്പൊ തന്നെ എനിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി, പടം ഞാൻ തിയേറ്ററിൽ ചെന്ന് പടം കണ്ടു വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ചാക്കോച്ചിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ മലയാളികള് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അഭിനയം അതാണ് കുഞ്ചാക്കോ ബോബൻ കാഴ്ചവെച്ചിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബനെ കൂടാതെ ജഗദീഷ്, പ്രിയാമണി, വൈശാഖ്, മനോജ് കെ, ഇന്ന് വേണ്ട ഒരുപിടി സൂപ്പർ താരങ്ങൾ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. റംസാൻ, ഒരുപാട് പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടക്ക് 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 ഓരോ സീനുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചമൻ ചാക്കോയാണ്. ചമൻ ചാക്കോയ്ക്ക് നമ്മൾ ബിഗ് ആയിട്ടുള്ള സാല്യൂട്ട് കൊടുക്കണം. കാരണം ആ സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനില്ല. ഒരു സീൻ കഴിയുന്ന അടുത്ത സീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ചിന്റെ ഒരു പ്രകടനം എന്തോ പറയുന്നത്. നമ്മളിത് എവിടെയോ കണ്ട എവിടെയോ പണ്ട് നമ്മളിങ്ങനെ ജീവിച്ചിരുന്ന ഒരു പോലീസുകാരൻ, തന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോലീസുകാരൻ, അതുപോലത്തെ ഒരു കിടിലൻ ക്യാരക്ടറാണ് ചാക്കോച്ചൻ സിനിമയിൽ അഭിനയിച്ചത്. ഇതൊരു പല ആൾക്കാരും ഒരു ക്രൈം ത്രില്ലർ അല്ലെ, അങ്ങനെ ഇങ്ങനെ ക്രൈം ത്രില്ലർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈം ത്രില്ലർ ആണ്. അതേപോലെ തന്നെ ഫാമിലിയിലൂടെ പോകുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. പിന്നെ നമ്മൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ കൂടുതലും ഫാമിലി പ്രേക്ഷകരാണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. കാരണം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മക്കളൊക്കെ ഉള്ള എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും. അതുപോലെ തന്നെ പ്രിയാമണിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. ഒരു ഗംഭീര കമ്പാക്ക് തന്നെ പറയാം. പ്രിയാമണി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീൻ, ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജഗദീഷ് ആ സിനിമയിൽ വന്നു പോകുന്ന ഓരോ ക്യാരക്ടറുകളും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നവർ, ശ്രീകാന്ത് മുരളി, എല്ലാവരും തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ സിനിമയിലെ കാഴ്ചവെച്ചിരിക്കുന്നത്. വൈശാഖ് ഒക്കെ ചെയ്ത ക്യാരക്ടർ ഗംഭീരമായിരുന്നു. റംസാന്റെ ക്യാരക്ടർ, പിന്നെ രണ്ട് ലേഡീസ് ക്യാരക്ടേഴ്സ് വൈശാഖിന്റെ കൂടെ അവരെല്ലാവരും ഒന്നിനൊന്നിന് മികച്ച പെർഫോമൻസ്. അതുപോലെ തന്നെ മീനാക്ഷി ഈ സിനിമയിൽ, നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയുടെ മീനാക്ഷിയുടെ ഒക്കെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ തുടങ്ങിക്കഴിഞ്ഞിട്ട് ചാക്കോച്ചിന്റെ അഴിഞ്ഞാട്ടമാണ്. ആ ഡ്യൂട്ടി തീരുന്നോടം വരെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. ഒരു മൊമെന്റിൽ നിന്ന് മറ്റൊരു മൊമെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്തോ എന്താണ് സംഭവിക്കുന്നത്. പിന്നെ ഫൈറ്റ് ഒരു രക്ഷയില്ല. കുഞ്ചാക്കോ ബോബന്റെ സിനിമയിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ വളരെ ഹൃദയത്തിൽ തൊട്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു റിവ്യൂ. അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും നമ്മളെ എക്സൈറ്റ് ആയിപ്പോയി ഈ സിനിമ കണ്ടിട്ട്. കുഞ്ചാക്കോ ബോബന്റെ എന്താ പറയുന്നത്, തീ പാറുന്ന പ്രകടനം എന്നൊക്കെ നമുക്ക് പറയാം. അമ്മാതിരി ഓരോ സീൻ, ഇമോഷൻ സീന്, നമ്മൾ കണ്ട പഴയ ചോക്ലേറ്റ് നായകനിൽ നിന്നും ഇതുപോലെയുള്ള ഒരു ക്യാരക്ടറിലേക്കുള്ള കുഞ്ചാക്കോ ബോബന്റെ ഈ വളർച്ച പ്രശംസനാർഹമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ഒന്നും നോക്കണ്ട,